എറണാകുളം ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് 1000 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. CCTV ദൃശ്യങ്ങളും കുട്ടികളുടെ മൊഴിയുമാണ് കേസിൽ നിർണായകമായത്. പേരപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനിഷ എന്നിവരെയാണ് അയൽവാസിയായ ഋതു വീട്ടിൽ കയറി ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് നൽകും. വിഷ്ണു, ഗുഡ് ഈവനിംഗ്. ഈ ചേന്നമംഗലത്തെ കൂട്ടക്കൊലപാതകത്തിന്റെ ഞെട്ടൽ നാടിനിതുവരെ മാറിയിട്ടില്ല. പ്രതിയെ പിടിച്ചതിന് ശേഷവും യാതൊരുവിധ കുറ്റബോധവുമില്ലാതെയാണ് അന്ന് പ്രതി കാര്യങ്ങൾ വിശദീകരിച്ചത്, മൊഴി നൽകിയത്. ഇന്നിപ്പോൾ ഇതാ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 1000 പേജുള്ള കുറ്റപത്രമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, വിഷ്ണു? ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഭവം നടന്ന 1 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതാണ്. നേരത്തെ ആലുവയിൽ 4 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ 36 ദിവസത്തിലാണ് എറണാകുളം റൂറൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 30-ാം ദിവസം തന്നെ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. ഇതിൽ 112 സാക്ഷികളും 60 തെളിവ് രേഖകളുമാണ് ഹാജരാക്കിയിട്ടുള്ളത്. CCTVകളും അതോടൊപ്പം തന്നെ ഈ കൃത്യം കണ്ടുനിന്ന കുട്ടികളുടെ മൊഴിയുമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി പോലീസ് പറയുകയും ചെയ്യുന്നത്. ഋതു ജയൻ മാത്രമാണ് കേസിൽ പ്രതി. ഇയാൾക്ക് ഈ അയൽവക്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ആളുകളുമായി ബന്ധപ്പെട്ടുണ്ടായ 1 വർഷം നീണ്ടിരുന്ന തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് കാരണം. ഋതു ജയൻ അവിടെ എത്തിയത് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിപ്പോൾ ചികിത്സയിലുള്ള ഇതിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റു 3 പേരെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. പ്രതിക്ക് ഈ മാനസാന്തരം സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ കൊലപാതകം ചെയ്തതിൽ ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ല എന്ന് കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. പരമാവധി തെളിവുകളൊക്കെ സമാഹരിച്ചിട്ടുണ്ട്. പറവൂർ മാജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എത്രയും പെട്ടെന്ന് വിചാരണ നടപ്പാക്കുക എന്നുള്ളതാണ് പോലീസ് ഇതുവഴി ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഒപ്പം ഈ പ്രതിക്ക് സ്വാഭാവികമായി ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അതുകൂടി റദ്ദു ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള DYSP ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 17-അംഗ സംഘം പെട്ടെന്ന് അന്വേഷിച്ച് ഈ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുള്ളത്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഋതുവിനെതിരെ 1000 പേജുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരിക്കുകയാണ്. പ്രതിക്കെതിരെ ഉടൻ ശിക്ഷാ നടപടി വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം.